ഞാനിപ്പോഴും നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ ആദ്യം എൻ്റെ പേര് പറയാനുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ഒരു നിക്കാഹ് കർമ്മത്തിന് മുൻപ് മറ്റൊരാൾ ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന പ്രകൃതം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. ഈ വീട് എന്നെപ്പോലുള്ളവർക്ക് ജാതി മത ഭേദമന്യേ സർവർക്കും ഏത് സമയത്തും കടന്നു വരാൻ സാധിക്കുന്ന ഒരു സന്നിധിയായിരുന്നു. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ലഭിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കടവത്തൂരിനും പാലൂരിനും ചുറ്റുവട്ട പ്രദേശങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുള്ള വലിയ പരിവർത്തനം എപ്രകാരത്തിലാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 7000-ലധികം ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ അന്നമൂട്ടാനുള്ള സാഹചര്യമുണ്ടാക്കിയ മനുഷ്യൻ. ക്രാന്തദർശിത്വത്തോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനം വരുത്തണമെന്ന് തൻ്റെ നാഥൻ്റെ, സർവശക്തനായ നാഥൻ്റെ പിൻപറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃനിരയിൽ നിന്ന മനുഷ്യൻ, വളരെ ചെറിയ ഒരു സ്കൂളിനെ അതിനെ വലിയ രൂപത്തിലാക്കി രൂപപ്പെടുത്തിയ മനുഷ്യൻ, NIM കോളേജ് എന്ന വരും കാലത്തേക്കുള്ള പ്രതിഭകളെ പ്രദാനം ചെയ്യുന്ന കോളേജിനെ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് നയിച്ച മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അക്ഷരത്തിലും അർത്ഥത്തിലും ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ പാലൂരിൻ്റെ ചുറ്റുവട്ട പ്രദേശത്ത് ആരംഭിക്കാൻ, അതും ഒരു 20 വർഷം പിറകിൽ ആരംഭിക്കുവാനുള്ള ക്രാന്തദർശിത്വം കാണിച്ച ആള്. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ടക്ടറാകാൻ പഠിക്കുന്നവൻ എന്തിനാ ഷെല്ലിയെയും കീറ്റ്സിനെയും പഠിക്കുന്നത്? ഇൻ്റർനാഷണൽ സ്കൂൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, അഭീഷ്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ, പ്രതിഭാധരരെ കണ്ടെത്തി ലോകത്തിൻ്റെ മുൻപാകെ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ആരംഭം കുറിച്ചത് മൗണ്ട് ഗൈഡിലൂടെയാണ്. ആ മനുഷ്യൻ ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളെയും സ്നേഹിച്ച മനുഷ്യൻ. പേര് ഞാൻ പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട PA റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ സന്നിധിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ വിവാഹ ധന്യതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിയും അനുഗ്രഹം ചൊരിയുന്നതിനു വേണ്ടിയുമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. റഹ്മാനിക്കയുടെ സഹോദരൻ അബ്ദുല്ല ഇന്നിവിടെ പെണ്ണിനെ അയക്കുന്ന പ്രിയപ്പെട്ട CTയുടെ പിതാവ് മൊയ്തു മാസ്റ്റർ, CT അബ്ദുല്ല, ഒന്തത്ത് അബ്ദുല്ല ഹാജി, മക്കൾ അബൂബക്കർ, ഒന്തത്ത് ഉസ്മാൻ, ഇവരൊക്കെ പിന്നിലുണ്ട് ഈ 2 കുട്ടികളുടെയും. അതിലൊക്കെ അപ്പുറത്ത് പോയ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന്, പിതൃസ്ഥാനത്ത് നിന്ന് മോന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന PP അബൂബക്കർ. ഇവരൊക്കെ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ ഏതൊരു മനുഷ്യനാണോ ഈ പ്രദേശത്ത് സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്നുപോലും ഔന്നത്യത്തിൻ്റെ ശ്രേണിയിലേക്ക് കൈപിടിച്ച ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന മനുഷ്യൻ, വിദേശ രാജ്യത്തിലെ അനന്ത സാധ്യതകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ അതിലേക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന, ഞാനിവിടെ നിൽക്കുന്ന അവസരത്തിൽ പലരും പറയുന്നത് കേട്ടു, റഹ്മാനിക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല ഇവിടുത്തെ ജനക്കൂട്ടമെന്ന്. സത്യമാണ്. നമ്മളുടെ എല്ലാ മനസ്സിൽ ആ മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, യതീന്ദ്രനാണ് നിങ്ങളോട് സംസാരിച്ചത്. ഒരുപക്ഷെ ഒരു നിക്കാഹ് കർമ്മത്തിന് അറിയാം, ഈ പവിത്രമായ കർമ്മത്തിന് നേതൃത്വം വഹിക്കുന്നത് സാദിഖ് അലി തങ്ങളവറുകളാണ്. അദ്ദേഹം 100 കണക്കിന് 1000 വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുത്തുബയ്ക്ക് പകരമായിട്ടുള്ള ഒരു സ്വാഗത ഭാഷണത്തിന് ഒരുപക്ഷെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരുന്നത് അപൂർവതയാണ്. ആ അപൂർവതയുടെ കാര്യം
പി.എ. റഹ്മാൻ എന്ന ജാതി മത ഭേദമന്യേ സർവരെയും ഒന്നിച്ചു കാണാൻ ആഗ്രഹിച്ച മനുഷ്യനോടുള്ള ആദരവാണ്, ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് ഹൃദയപൂർവ്വം കാലത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ധന്യതയിൽ നമുക്കറിയാം, എക്കാലത്തും ഈ വീടിന് മറ്റൊരു നാഥനായിട്ട് നിന്ന മറ്റൊരു അപാര വ്യക്തിത്വം ഇവിടെ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എനിക്കറിയാം റഹ്മാനിക്കയും കുഞ്ഞാലിക്കുട്ടി സാഹിബും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ നാടാണ്, ഞാൻ ദീർഘിപ്പിക്കില്ല, വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ നാടാണ് നമ്മൾ. ഗുരുദേവന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടു മക്കൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഗുരുദേവൻ പറഞ്ഞു, മക്കളെ, വിവാഹ ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ, സന്തോഷപൂർണ്ണമാകണമെങ്കിൽ അവിടെ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം. വിട്ടുവീഴ്ച മനോഭാവം കാണിച്ച് ഒരു ഉത്തമ കുടുംബത്തിൻ്റെ സർവ്വവിധത്തിലുള്ള നന്മകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ നാഥനോട് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ധന്യമായ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഉമ്മമാർ 2 പേര്, വാഫിയെ സംബന്ധിച്ചിടത്തോളം, അബ്ദുൽ വാഫിയെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും കിട്ടാത്ത ഒരു മഹാനുഗ്രഹം കൂടി കിട്ടിയിട്ടുണ്ട്. വാഫിക്ക് 2 ഉമ്മമാരുടെ സ്നേഹം ഒരേ സമയത്ത് ലഭിച്ചിട്ടുണ്ട്, ഖദീജ, ആയിഷ. അവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മക്കൾ നന്മയിലേക്ക് പോകട്ടെ, നല്ലതായി തീരട്ടെ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, നിനക്കൊണ്ടൊരു ലോകം, നമുക്കുണ്ടൊരു ലോകം, നിനക്കൊണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. അതല്ല, 2 ലോകങ്ങൾ ഒന്നായി ചേരുക. നാഥൻ്റെ പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ നാഥൻ്റെ പ്രസ്താവനക്കനുസരണമായിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി, പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി, സഹകരണത്തോടുകൂടി, ധർമ്മനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട AC കുഞ്ഞബ്ദുല്ല ഹാജിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായ നിമിഷത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒരുപക്ഷെ ഈ 10-68 വർഷത്തെ ജീവിതത്തിനിടയിലുള്ള എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത് എന്നറിയിച്ചുകൊണ്ട് നളചരിതമാട്ടക്കഥയിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാര്യമുണ്ട്, വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കനുമയ്ക്ക് ഹരൻ നളനോർക്കിൽ നിനക്കും എന്നൊരു പ്രയോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് ഉണ്ണായി വാര്യർ 17-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവർഷം 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ ആട്ടക്കഥാ പ്രസ്ഥാനത്തിലുണ്ടായ നൂറ്റുകണക്കിന് കൃതികളിൽ വെച്ചിട്ട് ഏറ്റവും സമ്പുഷ്ടമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന നളചരിതമാട്ടക്കകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലത് നല്ലതിനോടേ ചേരണം. ഇവിടെ സംഭവിക്കുന്നത് നല്ലത് നല്ലതിനോട് ചേർച്ചയാണ് എന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്. അതിന് കാർമ്മികത്വം നിർവഹിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങന്മാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ മുൻപിൽ ഞാൻ ആരുമല്ല. എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് AC കുഞ്ഞബ്ദുല്ല ഹാജിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ അനുഗ്രഹീതമായ ഒരു സാസിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബഹുമാന്യനായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തിയുടെ മകനും അതുപോലെ തന്നെ പാനൂരിലെ CT അബ്ദുള്ള സാഹിബിൻ്റെ മകളും തമ്മിലുള്ള വിവാഹ കർമ്മത്തിനാണ് നാം സാക്ഷികളാകാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ യതീന്ദ്രൻ മാഷ് പറഞ്ഞതിനെ ഞാൻ അടിവരയിട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ 2 വീട്ടുകാരുടെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധന്യമായ മുഹൂർത്തത്തിന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിക്കാഹിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ
വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. സ്റ്റേജിലും സദസ്സിലുമുള്ള അഭിവന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, ഈ സന്തോഷകരമായ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറെ ഇഷ്ടവും ആദരവുമുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടിയാണ് ഒരു വലിയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മുറ്റത്തിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പി എ റഹ്മാൻ സാഹിബിൻ്റെ മകൻ അബ്ദുൽ വാഫിയും പാനൂരിലെ CT അബ്ദുള്ള സാഹിബിൻ്റെ മകൾ ഫാത്തിമ ഷദയും തമ്മിൽ നടക്കുന്ന നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാകുകയാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പം വളരെ സമയം ദീർഘിച്ചു പോയി. ഒരു 3-4 മിനിറ്റുകൾ സംസാരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. ബഹുമാന്യനായ തങ്ങളൊക്കെ നമ്മുടെ ഈ വൈകിയ വേളയിൽ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വിവാഹം എന്ന് പറയുന്ന ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. നമ്മളിവിടെ റഹ്മാൻക്കായോടുള്ള സ്നേഹം കാരണത്താൽ ഇവിടെ ഒത്തുകൂടിയ എനിക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വാഫിക്ക് ഒരു ഉപദേശം നൽകുക എന്നുള്ളത് മാത്രമേ അവന് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹ ജീവിതം എന്ന് നമ്മൾ ചെറിയ മോനാണ് വാഫി. വിവാഹ ജീവിതം എന്ന് പറയും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുക. കുട്ടികളെ ജീവിതത്തിൽ യുവാക്കള് അവരുടെ വിവാഹത്തെപ്പറ്റി, ദാമ്പത്യ കുടുംബജീവിതത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കുണ്ടാകും. അവര് കൂട്ടുകാരുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെക്കും. പക്ഷേ ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും, അകൽച്ചയും അടുപ്പവും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെടാത്ത വാക്കുകൾ ഇണകളിൽ നിന്ന് കേൾക്കേണ്ടി വരും, പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകും. ആ സമയത്തൊക്കെ ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും അങ്ങേയറ്റം ജീവിതം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ജീവിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബജീവനം നയിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുടുംബജീവിതത്തെ പറ്റിയാണ് അല്ലാഹു തആല സൂചിപ്പിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ വെറുക്കുന്നുവെങ്കിൽ അല്ലാഹു തആല അതിൽ ധാരാളം നന്മകൾ പ്രപഞ്ച സൃഷ്ടാവ് അതിലുണ്ടാക്കും. അപ്പൊ നമ്മുടെ മോനെ പോലെ നമ്മളെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കുഞ്ഞുമൽക്കുട്ടി സാഹിബ് അടക്കം തങ്ങളടക്കം. അപ്പം ജീവിതത്തിൽ നമ്മൾ ക്ഷമ പാലിക്കണം എന്നാണ് ഈ മോനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാം കുടുംബജീവിതം സന്തോഷകരമല്ലെങ്കിൽ പിന്നെ അവിടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. വീട്ടിലേക്ക് കയറി ചെല്ലും ഒരു സന്തോഷമില്ലെങ്കിൽ, ഒരു സമാധാനമില്ലെങ്കിൽ, എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ കുടുംബജീവിതത്തിൽ അതാണ് ഏറ്റവും അടിത്തറ. കുടുംബജീവിതത്തിൽ സന്തോഷം അതിന് അതിരുകളില്ലാത്ത സ്നേഹം ഈ മക്കള് വാഫിയും അതുപോലെ തന്നെ ഫാത്തിമ ഷദയും അതിരുകളില്ലാത്ത സ്നേഹം പരസ്പരം കൈമാറണം. അള്ളാന്റെ റസൂൽ ഞാൻ പറയാറുണ്ട്, 1400 കൊല്ലം മുമ്പ് ആ വളരെ ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കുടുംബജീവിതം അനുകരണക്കാൻ കഴിയും നല്ലൊരു കുടുംബജീവിതം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നല്ലോ. ആയിഷ ബീബി പറയാ, ഭാര്യ, ഒരു ദിവസം ഞാൻ കുടിച്ച പാനപാത്രത്തിന്റെ ബാക്കി അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ നീട്ടി. ഇതാർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ള ദേഷ്യപ്പെട്ടില്ല. എന്നിട്ട് ഹദീസുകളിൽ പറയുന്നത് സന്തോഷത്തോടുകൂടി ആ പാനപാത്രം വാങ്ങി ഞാൻ കുടിക്കുമ്പോ ആ പാനപാത്രത്തിൽ എന്റെ ചുണ്ട് എവിടെ വെച്ചോ അവിടെ തന്നെ ചുണ്ട് വെച്ച് ഇതെന്തിനായി പറയുന്നത്? സന്തോഷമുള്ള ദാമ്പത്യത്തിന്റെ ഉദാഹരണമായത് അള്ളാഹുവിന്റെ റസൂല് ഈ കാണിച്ചത്. ജീവിതത്തിൽ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ പരസ്പരം എല്ലാം പങ്കുവെക്കണം. വാഫി എല്ലാം പങ്കുവെക്കുക ദമ്പതികൾ തമ്മിൽ. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരു ഹുദൈബിയ സന്ധി എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്ത ഒരു കരാറാണ് ഹുദൈബിയ സന്ധിയിൽ ഉണ്ടാക്കിയത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, എല്ലാവരും തലമുണ്ടനം ചെയ്ത് ബലിയറുത്ത് തിരിച്ചു പോകണമെന്ന്. പക്ഷെ ഇത് സഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച. റസൂലുള്ള അങ്ങനെയാ. സമൂഹത്തിൽ ശാന്തിയും സമാധാനം നമുക്കറിയാലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ തങ്ങള് രാപ്പകലന്യേ ഈ സമൂഹത്തിൽ ഓടി നടന്ന് മതസൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി തങ്ങള് ഇങ്ങനെ ഓടി നടക്കുന്ന. ഇപ്പൊ നമുക്ക് അഭിമാനകരമാ. വത്തിക്കാനിൽ വരെ തങ്ങൾ പോയിട്ട് ഈ സമാധാന ദൂത് അദ്ദേഹം അവിടെ എത്തിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യം അത്. എന്നിട്ട് റസൂലുള്ള വിട്ടുവീഴ്ച ചെയ്ത് സഹാബികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് തലമുണ്ടനം ചെയ്യുന്നില്ല, ബലി അറുക്കുന്നില്ല. ഒരു ചെറിയൊരു അവർക്കൊരു മടി. അപ്പൊ റസൂൽ ആരുടെ അടുക്കലേക്കാണ്? റസൂലിന് പ്രയാസണ്ടായിട്ട് ചെന്നത് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ് ചെന്നത്. അബൂബക്കർ സിദ്ദീഖുമായിട്ടൊന്നും അല്ല കൂടിയാലോചിച്ചു. ഭാര്യ, അതാണ് ഭാര്യ, എല്ലാം പങ്കുവെക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലെ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങൾ ആദ്യം തന്നെ തലമുണ്ടനം ചെയ്ത് ബലിയറുത്ത്. എന്നാൽ അവരൊക്കെ പിന്നെ അതുപോലെ സംഭവിച്ചു, അവരൊക്കെ ചെയ്തു. നമ്മൾ വിട്ടുവീഴ്ചയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടാണ് കൂടി ആലോചിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മക്കൾക്കും പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പതിറ്റാണ്ടുകളായി വെള്ളിയാഴ്ച ബഹുമാന്യനായ റഹ്മാൻ സാഹിബ് വെച്ച് ധാരാളം ഇവിടുന്ന് സംസാരിക്കും ജുമയ്ക്ക് ശേഷം. അപ്പോഴൊക്കെ റഹ്മാനിക്കൊരു വലിയ സ്വപ്നമായിരുന്നു ഈ മോന്റെ ഓരോ വളർച്ചയിലും കൗതുകത്തോടു കൂടി നോക്കിക്കണ്ട് മൗലവി നമുക്ക് എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞ് നന്നായിട്ട് ധാരാളം പങ്കുവെക്കും. 10-30 കൊല്ലം ഞാൻ ഒന്നിച്ച് ഇവിടെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ഒരു അവധിയുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ള നമ്മളൊക്കെ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വാഫിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫാത്തിമ ശതക്ക് വേണ്ടിയിട്ട്. സന്തോഷമുള്ള കുടുംബജീവിതം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? വേറൊരു ഗിഫ്റ്റ് പൂവൊന്നുമല്ല. ബാറകല്ലാഹു ലകുമാ വ ബാറക അലൈകുമാ വ ജമഅ ബൈനകുമാ ഫീ ഖൈർ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക. എന്നിട്ട് അതാണ് നമുക്ക് ഈ മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിവാഹത്തിന് ശേഷം വീണ്ടും ഈ കുടുംബത്തിൽ പാർക്കോയിൽ കൂടുതൽ അഭിവൃദ്ധിയും ബർക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കുട്ടികളെ കല്യാണത്തിന് ശേഷം ആ കുടുംബത്തിൽ മറ്റ് മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കൊക്കെ കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ കൺകുളിർമയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വാഫിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവുള്ള മോന, പ്രായമുള്ള ആളുകളൊക്കെ നന്നായിട്ട് ആദരിക്കുന്ന മോന. അള്ളാഹുവിന്റെ റസൂല് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. റഹ്മാനിക്ക് അതേ പാഠം മോനിക്ക് നൽകി. ഒരിക്കലും പ്രായമുള്ള ആള് റസൂലിന്റെ സദസ്സിൽ വന്നപ്പോൾ സീറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ആളുകൾക്ക് ഒരു മടി. ആ സമയത്ത് പ്രശസ്തമായ ഹദീസിൽ റസൂലുള്ള പറഞ്ഞ്, വലിയവരെ ആദരിക്കാത്ത, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ എൻ്റെ അനുയായിയല്ല. അപ്പം എല്ലാവരെയും ആദരിച്ച് നല്ല കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാന്യനായ തങ്ങളാണ് നിക്കാഹിന് നേതൃത്വം നൽകുക. അതിനുശേഷം ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരെ നിക്കാഹിന് ശേഷം ഇവരെ ആശംസിച്ചുകൊണ്ട് പ്രസംഗിക്കും. നല്ല സമാധാനപൂർണമായ കുടുംബജീവിതം അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല സ്വാലിഹായ മക്കളെ അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെയും നമ്മയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങൾ നല്ല കുടുംബജീവനം നയിക്കുന്നത് കണ്ട് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം കൺകുളിർമ നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. നിക്കാഹ് കർമ്മം നിർവഹിക്കാൻ ബഹുമാന്യനായ തങ്ങളോട് സ്നേഹാദരപൂർവ്വം ആവശ്യപ്പെടുന്നു, ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സവ്വജതുക വൻകഹ്തുക ബിൻതി ഫാത്തിമ ഷദ ബിമഹലി ഹാദിഹിൽ ഹുലിയി മിനദ് ദഹബ് ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരിൽ മദ്കൂർ വറദീതു ബിഹി. എൻ്റെ മകൾ ഫാത്തിമ ഷദയെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, ഇണയാക്കി തന്നു. താങ്കളുടെ മകൾ ഫാത്തിമ ഷദയെ ഈ മഹറിന് താങ്കൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന്, ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم بارك لنا فيما أعطيتنا بارك لنا في أمرنا هذا وقنا اصرف عنا شر ما قضيت. أيها الزوجان بارك الله لكما بارك عليكما جمع بينكما في خير وعافية. بارك الله لكما بارك عليكما جمع بينكما في خير وعافية. اللهم الف بينهما كما الفت بين آدم والحواء وخديجة الكبرى مع رسول الله صلى الله عليه وسلم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കാർമ്മികത്വത്തിൽ ഇപ്പോൾ നടന്ന ഈ വിവാഹ കർമ്മത്തിൽ, ഈ മംഗള മുഹൂർത്തത്തിൽ നമുക്കൊക്കെ അളവറ്റ സന്തോഷമുണ്ട്. കൂടെ വലിയ ഒരു സന്താപവുമുണ്ട്, ഒരു ദുഃഖവുമുണ്ട്. നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട റഹ്മാൻക കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു വികാരം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അദ്ദേഹത്തിന് പരലോകത്തിരുന്ന് ഈ മംഗള മുഹൂർത്തത്വം സന്തോഷപൂർവ്വം ആസ്വദിക്കാൻ അല്ലാഹു വിധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ യശസ്സിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദീർഘിച്ച ഒരു പ്രസംഗത്തിനൊരു പ്രസക്തിയുമില്ല. ബഹുമാനായ റഹ്മാൻ ഖാനോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും കൂടിയിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും കൂടുതൽ പറയണം എന്ന് തോന്നുന്ന ആ ഒരു വികാരമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. പക്ഷേ തിങ്ങി നിറഞ്ഞ സദസ്സ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടന്ന ഈ വിവാഹകർമ്മം അവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ച പോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ ഒരു ധന്യമായ ചടങ്ങ് കൂടി നടക്കുകയാണ്. വരനൊരു ചന്ദ്രിക ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ശാഖാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ മത്തത്ത് അലി ഹാജി, ഇസ്ഹാഖ് തൊടുവയിൽ തുടങ്ങിയവർ സ്റ്റേജിലേക്ക് വരണം.